നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 171 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടിയും ഗായികയുമായ ശ്രീമതി ശ്രീലതാ നമ്പൂതിരിയെക്കുറിച്ചിട്ടാണ്. ധാരാളം സിനിമകളിൽ അഭിനയിച്ചും ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീലത എന്ന നടിയേക്കാൾ ഉപരി എനിക്കിഷ്ടം ശ്രീലത എന്ന ഗായികയെക്കുറിച്ചിട്ടാണ്. രണ്ടിലും മികവുറ്റ താരം തന്നെയാണ്. തമ്പാനൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു സംഗീത കച്ചേരി ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഏത് പ്രോഗ്രാമിന് ആര് വന്നാലും തൊട്ടടുത്ത് ഞാൻ മേനോൻ മാമൻ എന്ന് വിളിക്കുന്ന ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ വീടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സിറ്റ് ഔട്ടിലാണ് ഈ 10-60-70 വർഷങ്ങളായി എല്ലാ ജീനിയസുകളായ കലാകാരന്മാരും കലാകാരികളുമൊക്കെ കച്ചേരി തുടങ്ങുന്നതിന് മുമ്പേ ചെന്നിരിക്കുന്നത്. ആ വീടിന് മുന്നിലായിട്ടാണ് എതിർവശത്ത് അമ്പലവും ഇതിനോട് ചേർന്ന് ഒരു ചെറിയൊരു സ്റ്റേജിലുമാണ് അവിടെ കച്ചേരികൾ നടത്താറ്. പത്മഭൂഷൺ യേശുദാസ് ഉൾപ്പെടെ ഭാരതരത്ന നേടിയ MS സുബ്ബലക്ഷ്മി ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രഗത്ഭരായ കലാകാരന്മാരാണ് ഈ അമ്പലത്തിലെ ഉത്സവത്തിന് ഒരൊറ്റ പ്രോഗ്രാം രാത്രി ഒരു 3-3.5 മണിക്കൂറുള്ള കച്ചേരി അതുപോലെയുള്ള വിവിധ കലാപരിപാടികൾ നടത്താറ്. അടുക്കും ചിട്ടയോടും കൂടി. അങ്ങനെ ഒരു രാവിൽ ശ്രീമതി ശ്രീലതയുടെ കച്ചേരി നടക്കുകയുണ്ടായി. ഇന്നും ഞാൻ ഓർക്കുന്നു, നീലപ്പട്ട് സാരിയും ഉടുത്ത് സ്റ്റേജിലിരുന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ എത്ര ഗാംഭീര്യത്തോടും ഈണത്തോടും അവർ എത്രയോ കീർത്തനങ്ങളാണ് ആലപിച്ചത്. ഒരു ഇരുത്തം വന്ന ഗായിക. കച്ചേരി തുടങ്ങുന്നതിന് മുന്നേ അവരുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. അതേക്കുറിച്ചിട്ടാണ് ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നത്. കാണുമല്ലോ. നന്ദി, നമസ്കാരം.